പനിയും ചുമയും ഒക്കെ പിടിച്ച് മരുന്നും കഴിച്ച് ആകെ കിളി പോയി കിടന്നപ്പോഴാണ് എന്നാൽ പോയി കരിക്ക് കുടിച്ച് കുറച്ച് ആരോഗ്യം വെപ്പിച്ചാലോ എന്ന് ആലോചിച്ച് അങ്ങനെ നേരെ വാഴത്തോട്ടവും അത് കഴിഞ്ഞ് വരുന്നതേ തെങ്ങുന്തോട്ടവും ഒക്കെ കഴിഞ്ഞ് നമ്മളന്ന് പോകുന്നത് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ടാവും. അവിടെ ഫാമിൽ നിന്ന് അവർ കൊണ്ടുവയ്ക്കുന്ന നല്ല കരിക്കുകൾ കിട്ടും നമുക്ക്. പണ്ട് ഞങ്ങൾ പോകുമ്പോൾ നല്ല തണുത്ത കരിക്കൊക്കെ കുടിക്കാറ്. ഇപ്പോൾ തണുത്ത കരിക്ക് കുടിച്ചാൽ ഈ കേൾക്കുന്ന സൗണ്ട് പോലും ഉണ്ടാവില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ ഷോപ്പ്. ഇവിടുന്ന് നമ്മൾ കരിക്ക് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. മുന്നേ കണ്ടതൊക്കെ ഇങ്ങനെ വിട്ട് ഏതോ എവിടെയോ നല്ല കരിക്കുണ്ടെന്നും പറഞ്ഞ് കൊണ്ടുപോയതാണ്. അവിടെ ചെന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, കരിക്കുകളുണ്ട്, ഇതിനൊന്നും മധുരമില്ല. ആ ചേട്ടൻ ഇത്ര ആത്മാർത്ഥതയോ? അപ്പം എന്നാ വേണ്ട, പെട്രോൾ അടിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. മധുരമില്ല, പിന്നെ കണ്ടപ്പോൾ ഒക്കെ ഉണക്ക കരിക്ക് പോലെ ഇരിക്കണം, ഉണക്ക തേങ്ങ അതന്നെ. പിന്നെ തിരിച്ച് പോകുന്ന വഴി അവിടെ വേറൊരു ഇത് കണ്ടപ്പോൾ അവിടെ പെട്ടെന്ന് നിർത്തി. അവിടെ കുറേ പച്ച കളറിൽ കരിക്ക് ഉണ്ടായിരുന്നു. പോയി ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ അത് മൊത്തം അവർ മൂടിയിട്ടേക്കാം, അടച്ചു. അതന്നെ, സമയം 12 മണിയായി രാത്രി. ഇനിയിപ്പോൾ അവിടെ കണ്ടില്ലേ, അവിടെ കുറേ പഴങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വേണ്ടത് പഴമല്ലല്ലോ, കരിക്കല്ലേ. അങ്ങനെ അവിടെ നിന്ന് കരിക്ക് കിട്ടിയിട്ടോ. പക്ഷെ കരിക്കിൻ്റെ ഉള്ളിൽ കരിക്കിൻ്റെ കാമ്പ് നല്ല തേങ്ങ പോലെയായിരുന്നു. മരിക്കും കുടിച്ച് അത് കവറിലാക്കി പോയിട്ട് ശർക്കരയും കൂട്ടി കഴിക്കാം എന്നുള്ളതിൽ നമ്മളിങ്ങ് തിരിച്ചു പോന്നു. അങ്ങനെ കരിക്ക് കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ വീട്ടിലെത്തി. ഈ ടേണിങ്ങും കൂടെ കഴിഞ്ഞാൽ വീടെത്തി.